കമ്പനി ഒരു സ്ലോ പ്രോഗ്രസ്സിലാണ് പോകുന്നതെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടാകുന്ന പേടിയായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു മണി അവർക്ക് കറക്റ്റായിട്ട് തിരിച്ചു കിട്ടുമോ, അവർ ഇൻവെസ്റ്റ് ചെയ്തതിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷേ ടിം കുക്കിന് ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഹീ ഹാവ് എ സ്ട്രോങ് പ്ലാൻ. ആപ്പിൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കറക്റ്റ് ക്ലിയർ കട്ട് ഐഡിയ ആയിരുന്നു ടിം കുക്കിനുണ്ടായത്. ടിം കുക്കിൻ്റെ ഏറ്റവും വലിയ ഒരു കോട്ടായിരുന്നു ബി ദ ബെസ്റ്റ് നോട്ട് ദ ഫസ്റ്റ് എന്നായിരുന്നു ടിം കുക്കിൻ്റെ ആ ഒരു കൊട്ടേഷൻ. കാരണം ഒരു പ്രൊഡക്റ്റ് എത്രയും വേഗം റിലീസ് ചെയ്യാനായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ ഏറ്റവും വലിയ ഐഡിയോളജി എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം മാർക്കറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരണം, ആപ്പിൾ ആയിരിക്കണം ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലെ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ ഐഡിയോളജി. പക്ഷേ ടിം കുക്ക് ചിന്തിച്ചത് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. ഏറ്റവും ആദ്യം കൊണ്ടുവരുമ്പോൾ കുറേയധികം മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ മിസ്റ്റേക്സ് നമുക്കുണ്ടാകുന്ന കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ വിട്ടുപോകാനും അല്ലെങ്കിൽ ആപ്പിളിൽ നിന്ന് വിട്ടകലാനും ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഓടി എത്തുന്നതിലല്ല, ഏറ്റവും അടിപൊളിയായി മാക്സിമം മിസ്റ്റേക്കുകൾ കുറച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാനായിരുന്നു, ബെസ്റ്റ് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാനായിരുന്നു ടിം കുക്കിൻ്റെ വിഷണറി എന്ന് പറയുന്നത്. ആ ഓരോ പ്രൊഡക്റ്റുകളിലും നമുക്ക് ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി കാണാൻ പറ്റും. വിഷൻ പ്രോ എന്ന് പറയുന്ന ഏറ്റവും മാസീവായിട്ടുള്ള കോമ്പറ്റേഷണൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ടിം കുക്കിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും, നമുക്കറിയാവുന്ന എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റിനെ വിമർശിക്കാറുണ്ട്. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റുകളുടെ ഏറ്റവും ഹൈഫൈ ആയിട്ടുള്ള യൂസേജ് അറിയുന്ന ഒരു വ്യക്തിയും വിഷൻ പ്രോ കുറ്റം പറയില്ല. കാരണം വിഷൻ പ്രോ എന്ന് പറയുന്ന പേര് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ പ്രൊഫഷണൽസിന് വേണ്ടിയാണ്. അതായത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ആർക്കിടെക്ചേഴ്സ്, അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ കമ്പനിയിലും ഓട്ടോമൊബൈൽ എൻജിനീയേഴ്സിനൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു സർജറി ചെയ്യുന്ന ഡോക്ടർ ആ ഒരു മനുഷ്യനിൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു കംപ്ലീറ്റ് ഇമേഴ്സീവ് എക്സ്പീരിയൻസിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് സർജറി ആ ഒരു ഡോക്ടറിന് ചെയ്യാൻ പറ്റും. ഒരു കാറ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കാറിനുണ്ടാവുന്ന എയറോഡൈനാമിക്സ്, ബ്രേക്കിംഗ്, എൻജിൻ്റെ കപ്പാസിറ്റി, എൻജിൻ വാൽവ്, എൻജിൻ ട്രാൻസ്മിഷൻ എന്നിങ്ങനെയുള്ള മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സും ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ ആ ഒരു എൻജിനീയറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ഓരോ കാര്യങ്ങളും അവരുടെ വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് മാസീവായിരുന്നു. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വിഷൻ പ്രോ ഈസ് എ മാസീവ് പ്രൊഡക്റ്റ്. യെസ്, അതുകൊണ്ട് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ കമ്പനിയായിട്ട് ആപ്പിൾ മാറിയത്. അത് നമുക്ക് ഐഫോണിലും മാക്ബുക്കിലും ഐപാഡിലും വാച്ചിലും എയർപോഡ്സിലും ഈവൻ ദോ ഓൺലൈൻ സർവീസിൽ വരെയും നമുക്ക് കാണാൻ പറ്റും. ആപ്പിൾ എന്ന് പറയുന്നത് എവ്രിവെയറായി, എല്ലാ സ്ഥലത്തും ആപ്പിൾ പ്രൊഡക്റ്റുകളും ആപ്പിൾ എന്നുള്ള പേരും നമുക്ക് കാണാൻ പറ്റി. ഈ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയെ 4 ട്രില്യൺ കമ്പനി ആയിട്ടാണ് ഉയർത്തിയത്.